തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി. 3 പേർക്ക് പരിക്ക്. ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ശക്തൻ നഗറിലായിരുന്നു സംഭവം. അനീഷ ആന്റണിയുടെ വിശദാംശങ്ങൾ നൽകാനായി. അനീഷ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? അപകട കാരണം എന്താണെന്ന് വ്യക്തമായോ? ഭദ്രാന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ശക്തൻ നഗറിലുള്ള ശക്തന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള റൗണ്ട് അബൌട്ട് ഉണ്ട്. അതിനുള്ളിലേക്ക് ഈ KSRTCയുടെ ലോ ഫ്ലോർ ബസ് ഇടിച്ച് കയറുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിലുള്ള അപകടത്തിന് വഴിവെച്ചെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. എന്തായാലും പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. 3 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗുരുതരമല്ല പരിക്ക്. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്തായാലും ബസ് നേരെ ചെന്ന് ഇടിച്ച് കയറുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്സായിരുന്നു. ഈ റൗണ്ട് അബൌട്ട് എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം. ഇത്തരത്തിലൊരു നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് നേരെ ഈ റൗണ്ട് അബൌട്ടിനുള്ളിലേക്ക്, അതായത് ശക്തന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള റൗണ്ട് അബൌട്ടിനുള്ളിലേക്ക് ഇടിച്ചു കയറിയത്. എന്തായാലും 3 പേർക്ക് നിസാര പരിക്കേറ്റു. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി. ഭദ്ര, അനിഷ, ഈ അപകടത്തിൽപ്പെട്ടവരുടെ നില സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഭദ്ര, 3 പേർക്കാണ് പരിക്കേറ്റത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവരുടെ പരിക്ക് സാരമുള്ളതല്ല. പക്ഷേ ആ അപകടത്തിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഈ റൗണ്ട് അബൌട്ടിനുള്ളിൽ ഉണ്ട്. ഈ പ്രതിമ. അനീഷ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. നമുക്ക് ഇപ്പോൾ തൃശൂർ മേയർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ശ്രീ വർഗീസ്. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. 3 പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. പക്ഷെ അത് അത്ര വലിയ സാരമുള്ളതല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, തൃശ്ശൂരിന്റെ ഒരു ഐഡന്റിറ്റിയാണ് ശക്തൻ തമ്പുരാന്റെ ഈ ഒരു പ്രതിമ. അത് തകർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മൾ ഒരിക്കലും അത് തൃശ്ശൂരിന്റെ തന്നെ ഒരു ഐഡന്റിറ്റി ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ് തൃശ്ശൂരിന്റെ ശക്തൻ തമ്പുരാൻ. അങ്ങനെ ഒരു പ്രതിമ അന്ന് നമ്മളെല്ലാവരും ആലോചിച്ചുകൊണ്ടാണ് അന്നത്തെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഇതോടെ സ്ഥാപിച്ചത്. കാരണം വടക്കുനാഥന് മുമ്പ് നേരെ നോക്കിയാൽ അത് ശക്തൻ തമ്പുരാനെ കാണണമെന്നായിരുന്നു നമ്മുടെ ഐതിഹ്യം. അതനുസരിച്ച് സ്ഥാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാനും അത് അറിഞ്ഞത് ഇന്ന് പുലർച്ചെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 2-3 പേർക്ക് ഇതുപോലെ തന്നെ അതിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, വാഹനം അടിച്ച് കയറിയതാന്ന് പറയുന്നു. പക്ഷെ ഞാൻ അവിടെ പോയതിന് ശേഷം മാത്രമേ എനിക്ക് അതിന്റെ പൂർണ്ണമായ വിവരം അറിയുള്ളൂ. അതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല, അവിടെ എത്താറായിട്ടേ ഉള്ളൂ. പക്ഷെ എന്തായാലും അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മളത് ഹാർട്ട് ഹോസ്പിറ്റലിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ അതിന്റെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ ഹാർട്ട് ഹോസ്പിറ്റലാണെങ്കിലും അത് തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ തൃശ്ശൂരുകാരുടെ ഒക്കെ വലിയൊരു എന്താ പറയേണ്ടത്, എവിടെ ചെന്നാലും ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരുകാർക്കൊരു അഭിമാനം തന്നെയാണ്. അതുകൊണ്ട് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടർ നടപടികൾ എന്തായിരിക്കും? ഇത് ആരായിരിക്കും? ഇത് നമുക്കറിയാം, നിലവിൽ അത് ഹാർട്ട് ഹോസ്പിറ്റൽ തന്നെയാണ്, സൺ ഹോസ്പിറ്റലാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത്. പ്രത്യേകിച്ചും ആ ഒരു ഭംഗിയോടുകൂടി തന്നെ അത് നിലനിർത്തുന്നുണ്ട്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അത് കോർപ്പറേഷൻ ആയിരിക്കുമോ അത് പുനർനിർമ്മിക്കുക, അതോ എങ്ങനെയായിരിക്കും? അടിയന്തരമായി നമ്മൾ ഈ സ്ഥലത്ത് ചെന്നതിന് ശേഷം എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്ന് അറിയുകയും അതുപോലെ തന്നെ ഈ സ്റ്റാച്യു കോർപ്പറേഷൻ നേരിട്ടിട്ട് ചെറിയൊരു സൗകര്യം മറ്റാരോ ചെയ്തിട്ടുണ്ട്, അത് പരിശോധിച്ച് അടിയന്തരമായി തന്നെ ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമല്ല തൃശ്ശൂരിന്റെ അഭിമാനമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ പരിശോധിച്ചതിന് ശേഷം അതിന്റെ നടപടിയുമായി മുന്നോട്ട് പോകും. അടിയന്തരമായി ശക്തൻ തമ്പുരാൻ അവിടെ നിലനിർത്താനുള്ള സംരംഭം ഉടൻ തന്നെ ചെയ്യും. ശരി, അത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? അതെ, കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ചെയ്യും. ശരി, വളരെയധികം നന്ദിയുണ്ട് ശ്രീ വർഗീസ് സർ. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ പ്രതികരിച്ചതിന്. ഇത്ര രാവിലെ ആകുന്നതേ ഉള്ളൂ. എന്തായാലും താങ്കളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം നൽകിയിരിക്കുകയാണ്. താങ്കൾ ആ പ്രദേശത്തേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂരിലാണ് KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി. പ്രതിമ തകർന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്.